ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതേപോലെ 1/2 കപ്പ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതാണ്. അതേപോലെ ചെറിയൊരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം കരിവേപ്പിലയും പിന്നെ അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇപ്പം കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു 3 വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ 2 ടേബിൾ സ്പൂണ് ബ്രെഡ് ക്രംസും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട്ലേറ്റ് ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു തിക്നെസ്സോട് കൂടി ആക്കിയെടുക്കുക. അങ്ങനെ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മൈദയും വെള്ളവും അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഇതേപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ കട്ട്ലേറ്റും ഇതിൽ മുക്കിയ ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റ് ആണ്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങുന്ന സമയം മാത്രമേ കൂടുതലായിട്ട് വേണ്ടി വരുന്നുള്ളൂ. ബാക്കിയൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇനി ഓയിൽ ചൂടാക്കിയ ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിൽ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ ബ്രെഡ് ക്രംസ് ഒക്കെ ഇളകിയിട്ട് ഈ ഓയിലിലേക്ക് വീണു പോകും. ഇനി ഇത് 2 വശവും 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ടെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു കട്ട്ലേറ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.